ഹായ് ഗൈസ്, എല്ലാവർക്കും പാത്തൂസ് ബ്യൂട്ടി വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കടലക്കറി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. തേങ്ങ ഒന്നും അരക്കാതെ നല്ല കുറുകിയ കടലക്കറിയാണ്, നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതിനു വേണ്ടി ഞാൻ തലേ ദിവസം തന്നെ നല്ല കടല കുറച്ച് വെള്ളത്തിലിട്ട് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു സവാള, ഒരു തക്കാളി, 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില. കുക്കറിലേക്ക് കഴുകി വെച്ചിട്ടുള്ള കടല, അതുപോലെ നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെല്ലുള്ളി, തക്കാളി എല്ലാം ഉണ്ടല്ലോ, അതെല്ലാം ഒന്നിച്ച് ചേർക്കുക. എന്നിട്ട് 1 സ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് പാകത്തിന് മാത്രം ഉപ്പ് ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിക്കുക. കുറച്ചാട്ടോ വെള്ളം ഒഴിക്കണുള്ളൂ, കാരണം നമുക്ക് കുറുകിയ കറിയല്ലേ വേണ്ടത്. പിന്നെ ഒരു 3-4 വിസിൽ വരെ കാത്തിരിക്കുക. അപ്പോഴേക്കും നമ്മൾ കടലക്കറി റെഡിയായി. ഇനി നമുക്കിതൊന്ന് വറവിടാം. അതിനായിട്ട് എണ്ണയിലേക്ക് വലിയുള്ളി ചെറുതായി കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നന്നായി ഒന്ന് മൂപ്പിക്കുക. ആ നേരം ഞാൻ വെന്തിട്ടുള്ള കടലക്കറിയിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് പേസ്റ്റ് ആക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി മൂത്തിട്ടുള്ള ഈ ഉള്ളിലേക്ക് നമുക്ക് ഈ കറി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള കടല, ഞാൻ പേസ്റ്റാക്കിയതാണ്. കടലക്കറിയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് പേസ്റ്റാക്കി നമുക്ക് നല്ല കട്ടിയുള്ള കുറുകിയ കടലക്കറി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നമുക്ക് രാവിലെ അപ്പം, വെള്ളപ്പം, ഇടിയപ്പം ഇതിൽക്കൊക്കെ നമുക്ക് ഒഴിച്ചെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയുണ്ട്. ചപ്പാത്തിക്കൊക്കെ നമുക്ക് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് അടിക്കുക, ഒന്ന് കമൻറ്റ് ചെയ്യണേ, ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു.